ഒരു പേപ്പർ 8 തവണയിൽ കൂടുതൽ മടക്കാൻ കഴിയില്ല. ഈ മിഥ്യയെ പരീക്ഷിക്കാൻ കാർലി ഒരു പേപ്പർ എടുത്ത് മടക്കാൻ തുടങ്ങി. 7ാമത്തെ മടക്കോടെ പേപ്പർ ഒരു സ്മാർട്ട് ഫോണിന്റെ വലുപ്പമായി മാറി. അത് വളരെ കട്ടിയുള്ളതിനാൽ കൂടുതൽ മടക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ നിങ്ങൾ ഒരു വലിയ പേപ്പർ ഉപയോഗിച്ചാലോ? നിങ്ങൾക്ക് 8 മടക്കുകൾക്കപ്പുറം പോകാൻ കഴിയുമോ? അതിനാൽ അവർ 12x15 ഇഞ്ച് വലുപ്പമുള്ള പേപ്പർ കൊണ്ടുവന്നു. ആശയം പരീക്ഷിക്കാൻ അവർ ഒരു വലിയ പേപ്പർ ഉപയോഗിച്ചു. 3ാമത്തെ മടക്കിൽ തന്നെ പേപ്പർ അതിവേഗം ചുരുങ്ങുന്നത് അവർ ശ്രദ്ധിച്ചു. 7ാമത്തെ മടക്കോടെ പേപ്പർ മടക്കാൻ വലിയ സമ്മർദ്ദം ആവശ്യമായിരുന്നു. 8ാമത്തെ മടക്കിന് അവർ ചുറ്റിക ഉപയോഗിച്ച് അടിക്കേണ്ടി വന്നു. ഈ ഘട്ടത്തിൽ മിഥ്യ സത്യമാണെന്ന് തോന്നി. 8ാമത്തെ മടക്കിന്റെ ശാപം തകർക്കാൻ അവർക്ക് ഇതിലും വലിയൊരു പേപ്പർ ആവശ്യമായിരുന്നു. അവസാന പരീക്ഷണത്തിനായി ഒരു സാധാരണ ഫുട്ബോൾ മൈതാനത്തിന്റെ വലിപ്പമുള്ള ഒരു ഷീറ്റ് ഉപയോഗിക്കുക എന്നതായിരുന്നു പദ്ധതി. പക്ഷേ അത്രയും വലിയ ഒരൊറ്റ ഷീറ്റ് നിലവിലില്ല. അതിനാൽ അവർ അത് കൂട്ടിച്ചേർക്കേണ്ടി വന്നു. 3 പകലും രാത്രിയും പരിശ്രമിച്ചതിന് ശേഷം ലോകത്തിലെ ഏറ്റവും വലിയ പേപ്പർ ഒടുവിൽ സൃഷ്ടിച്ചു. അന്തിമ മടക്കൽ പരിശോധന ആരംഭിക്കാൻ പോകുകയായിരുന്നു. എല്ലാവരും പേപ്പറിന്റെ ഒരറ്റം ഉയർത്തി ശ്രദ്ധയോടെ മറ്റേ വശത്തേക്ക് വലിച്ചു. വലിയ വലുപ്പം കാരണം ഓരോ ചുവടും ശ്രദ്ധയോടെ ചെയ്യേണ്ടി വന്നു. കൃത്യം 90 ഡിഗ്രിയിൽ അവർ അത് മടക്കി. 7ാമത്തെ മടക്കിൽ പേപ്പർ വളരെ കട്ടിയായി. ഒരൊറ്റ മടക്ക് കൂടി കഴിഞ്ഞാൽ ആ മിഥ്യ തകരും. പ്രതീക്ഷിച്ചതുപോലെ ഷീറ്റ് വലുതാകുന്തോറും മടക്കാൻ എളുപ്പമായിരുന്നു. ആദ്യമൊക്കെ അങ്ങനെയായിരുന്നു. മിഥ്യ ഔദ്യോഗികമായി പൊളിച്ചു. പക്ഷെ അവർ അവിടെ നിർത്തിയില്ല. ആ ഘട്ടത്തിൽ മനുഷ്യശക്തി കൊണ്ട് മാത്രം മറ്റൊരു മടക്കുണ്ടാക്കാൻ കഴിയില്ലായിരുന്നു. അതിനാൽ അവർ ഒരു സ്റ്റീം റോളർ കൊണ്ടുവന്നു. ഒടുവിൽ അവർ ആ മിഥ്യ തകർക്കുക മാത്രമല്ല ചെയ്തത്, അവർ 8 മടക്കിന്റെ പരിധി മറികടന്നു. അതിശയകരമായ 11 മടക്കുകളിലെത്തി. ഒരുപക്ഷെ അതൊരു പുതിയ ഗിന്നസ് വേൾഡ് റെക്കോർഡായിരിക്കാം.